ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ആര്? ക്രൈസ്തവ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ഞാനൊരു കഥ പറയാം. ഒരു നാട്ടിൽ 2 സുഹൃത്തുക്കളുണ്ട്. അതില് ഒരു സുഹൃത്ത് യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്, മറ്റൊരു സുഹൃത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എങ്കിലും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ ഈ കോൺഗ്രസ്സുകാരനായ സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ കൂടെ കമ്മ്യൂണിസത്തിന്റെ യോഗത്തിന് പങ്കെടുക്കാൻ പോകും. അവരെ വിജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും? ഇല്ല. അങ്ങനെ ചെയ്താൽ അവിടെ പാർട്ടി ഇടപെടും. പാർട്ടിക്ക് നിലപാടുണ്ട്. പാർട്ടി നേതാക്കൾ അവരെ തിരുത്തും, അവരെ സഹായിക്കാം. മറ്റു പാർട്ടിക്കാർ സഹായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി അവരെ തിരുത്തും. ഇങ്ങനെ തിരുത്തുന്നതിന് നമ്മൾ പറയാറ് പാർട്ടി നിലപാടാണ്. പക്ഷെ ഇത് മതാടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത് വർഗീയതയായി മാറുക. അതായത് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ സൗഹാർദ്ദം എന്ന് പറയുന്നത് തന്റെ സുഹൃത്തിന്റെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക, അവരുടെ ആഘോഷങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതല്ല. അവരുടെ ചിഹ്നങ്ങളെ, അവരുടെ ബാനറുകളെ നശിപ്പിക്കാതിരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ പാർട്ടിയുടെ ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മതസൗഹാർദ്ദവും. തന്റെ ഇതര മത സുഹൃത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കലല്ല മതസൗഹാർദ്ദം. അവരുടെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുകയും അവരെ തടസ്സപ്പെടുത്താതിരിക്കുക, അവരുടെ മതാചാരങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ക്രൈസ്തവ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് അവരുടെ യേശുവിന്റെ ജന്മദിനമാണ്. യേശു അവരുടെ ദൈവപുത്രനാണ്. ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. അതിനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ വിശ്വാസം എന്താണ്? ലം യലിദ് വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടില്ല, പ്രസവിച്ചിട്ടുമില്ല. അപ്പോ അള്ളാഹുവിന് മകനുണ്ടെന്ന വിശ്വാസത്തോട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കൽ, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ കുഫ്രിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫത്താവൽ കുബ്രയിൽ രേഖപ്പെടുത്തി. ഏതൊരു മതവിശ്വാസത്തിന്റെ ആചാരത്തോടും അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കൽ കുഫ്രിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഇനി അങ്ങനൊന്നുമല്ല, വിശ്വാസമൊന്നുമില്ല, പക്ഷെ അവരോടുള്ള സൗഹൃദം പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി പങ്കെടുക്കല് അത് ഹറാമുമാണെന്ന് അവിടെ രേഖപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ആയിക്കോട്ടെ, മറ്റു ഏത് ആഘോഷങ്ങളായിക്കോട്ടെ, അതിവിടെ ഇങ്ങനത്തെ ഒരു പങ്കുചേരൽ അവിടെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർക്കുന്നു.